ഇപ്പൊ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു സമയത്ത് എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പം ശരിക്കും എനിക്ക് സങ്കടം ഇങ്ങനെ എനിക്ക് ഉള്ളിൽ വെക്കാനോ അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ എന്താണേലും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിപ്പം നമ്മുടെ വീട്ടിലാണല്ലോ, ചിലപ്പം നമ്മൾ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലായിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഇപ്പം എനിക്ക് കരയാൻ തോന്നിയാൽ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കരയും, ദേഷ്യമാണെങ്കിൽ ദേഷ്യപ്പെടും, എല്ലാ ഇമോഷൻസും ഞാൻ. പക്ഷെ ഞാൻ ചേച്ചിയെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സെൻസിറ്റീവ് ആണ് ഞാൻ. ചിലപ്പോഴൊക്കെ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡഡ് ആയി പോകും. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർക്കാണോ ഒരു 100% ഞാൻ സിൻസിയറായിട്ട് ആരെ സ്നേഹിച്ചാലും അത് ഒരാൾക്ക് നമ്മൾ ഇതായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര 100% ഡിപ്പെൻഡഡ് ആയിപ്പോവും അവർക്ക് വേണ്ടി എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ പോയി വന്നാലും എനിക്ക് എൻ്റെ അമ്മ, മോള്, എനിക്ക് അവരാണ് മസ്റ്റ്. ഇപ്പം എൻ്റെ മോളുണ്ടെങ്കിലാണ് എനിക്കെല്ലാം. കാരണം അവളാണ് എനിക്ക് അവളില്ലാതെ ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയും ഞാൻ ഡിപ്പെൻഡൻ്റ്. അതിപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും പാർട്ട്ണർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 100% ഡിപ്പെൻഡ് ചെയ്ത് സ്നേഹിച്ച് എനിക്ക് ഫാമിലിക്കാണ്. കാരണം ഇതിപ്പം മറ്റുള്ളവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ പറയും നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്പോയിലായത് ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അത് അവർക്ക് പുറമേ നിന്ന്, ഇപ്പം ഞാനൊരു കാര്യം പറയാം, പുറമേ നിന്ന് കാണുന്നവർക്ക് എന്ത് അഭിപ്രായം പറയാം. പക്ഷെ നമ്മളെ അടുത്തറിയാവുന്നവർക്കറിയാം നമ്മൾ എത്രത്തോളം ഫാമിലിയിൽ ഇൻവോൾവ് ആണ്, എങ്ങനെയാണ് നമ്മളെന്നുള്ളത് നമ്മൾ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. പറയാൻ എല്ലാവർക്കും പറ്റും. ചേച്ചി ശരിക്കും ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ ഒരു ആക്ട്രസ് ആകുമ്പോഴത്തേക്കും അഭിനയിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടില്ല? ഉണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ 100% കൊടുത്തിട്ടല്ല ഞാൻ അഭിനയിക്കുന്നെന്നുള്ളത് എനിക്കറിയാം. കാരണം ചില ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചില ടൈമിൽ നമുക്കൊരു മെൻ്റൽ ഡ്രോമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഉണ്ട്. ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ചില ദിവസം എൻ്റെ അടുത്ത് എൻ്റെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ ചോദിക്കും, പ്രിയേച്ചി, സജന, അവരൊക്കെ ചോദിക്കും, സ്വിച്ച് ഇട്ട പോലെ നീ മാറുന്നുണ്ട്. അതായത് ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും, കുറച്ച് കഴിയുമ്പം ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. അത് ഇമോഷണലി ഞാൻ അത്രയും ഇതായതുകൊണ്ടാണ്. പിന്നെ മോള് പറഞ്ഞില്ല അഭിനയത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുന്ദരി എന്ന് പറഞ്ഞ, അതായത് എൻ്റെ കംബാക്ക് സുന്ദരിയിലായിരുന്നു 2 വർഷം കഴിഞ്ഞിട്ട്. ആ ടൈമിൽ എനിക്ക് കുറച്ച് സങ്കടങ്ങളുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും ആ സങ്കടങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ആ സീരിയൽ ലൊക്കേഷനിൽ എൻ്റെ കൂടെ അഭിനയിച്ചവരും എൻ്റെ റൈറ്ററും പ്രൊഡ്യൂസറും അവരെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട്. പിന്നെ എസ്പെഷ്യലി ആ ചാനലിൻ്റെ ഹെഡ് ആയിട്ടിരിക്കുന്നവർക്ക് അറിയാമായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. പിന്നെ സിനോ സാർ എൻ്റെ റൈറ്റർ, പുള്ളിക്കും നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ പുള്ളിയാണ് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. കാരണം ഞാൻ അവിടെ അത്രയും ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ അഭിനയിക്കാൻ ചെല്ലുന്നത്. അവിടെ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്, എൻ്റെ സങ്കടങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ ബോധം കെട്ട് തലകറങ്ങി വീണിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇമോഷണലി ഞാൻ ഭയങ്കര അവരുടെ അടുത്തൊക്കെ കൂളായിട്ട് നിൽക്കും. പിന്നെ അവിടെ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു ദിവസം എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ട്. മീൻസ് നമ്മൾ ഇമോഷണലി അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമല്ലോ. ദേഷ്യപ്പെട്ടിട്ട് പിന്നെ ഞാൻ കരയുമായിരുന്നു. അങ്ങനെയുള്ള ഇമോഷണലി എന്നെ അവരൊത്തിരി എന്താ പറയുക സഹിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിലല്ലേ എല്ലാം, പിന്നെ നമ്മൾ തന്നെ ചിന്തിക്കും ഞാൻ എന്തിനാ അങ്ങനെ കാണിച്ചത്. അല്ല, സത്യം. ഇപ്പോഴാണെങ്കിൽ പോലും അതാ ഞാൻ പറഞ്ഞേ, ചില സമയത്ത് ഡയറക്ടർ സാറ് പോലും പറയാറുണ്ട്, മഞ്ജിമ എവിടെ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മഞ്ജിമ എവിടെ പോകുന്നു, ഇവിടെ അല്ല, ഇങ്ങോട്ട് വാ, അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് സാർ. കാരണം നമ്മൾ എല്ലാം ഒന്നും ഓക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. സ്പെഷ്യൽ ഫ്രണ്ട്സ് ആരൊക്കെയാ? അങ്ങനെ സ്പെഷ്യൽ ഫ്രണ്ട്സ് ഒന്നുമല്ല, എനിക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്, എനിക്ക് എല്ലാവരും സ്പെഷ്യലാണ്. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം ഇഷ്ടമാത്രം ചെയ്യുന്ന സമയത്ത് അവിടെ റേജൻ, മൃദുല, പ്രിയ ചേച്ചി, അവിടെ ഞങ്ങളെല്ലാവരും നല്ല ഒരേ വൈബിൽ പോകുന്ന, ഒരേപോലെ നല്ല എന്താ പറയുക ഫൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിൽച്ചിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഓപ്പൺലി പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അതാണ് ഏറ്റവും ഡിസ്കസ്. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ സ്പെഷ്യൽ, എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സജനയാണ്. സജനയും ഞാനുമാണ് കുറച്ചുകൂടെ
ഭയങ്കര കമ്പനി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇതുവരെ ചെയ്ത സീരിയലുകളിൽ എല്ലാവരുമായിട്ടൊരു കീപ്പ് ഇൻ ടച്ച് ഞാൻ വെക്കുന്ന ആളാണ്. ഇപ്പം നിങ്ങളുടെ മേഡം ഏഞ്ചല് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഞങ്ങൾ ഒറ്റച്ചിലമ്പ് മുതൽ ഒരുമിച്ച് ആ സമയം മുതൽ ഞങ്ങൾ, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നും വിളിക്കുന്നവരോ അല്ലെങ്കിൽ എന്നും സംസാരിക്കുന്നവരോ എന്നും അങ്ങനെ ഹായ് ബൈ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല. പക്ഷെ ഒരു ഇത് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമാണോ ചോദിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം എല്ലാവരുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിയൽ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം അതിനു വേണ്ടി ഒരു എഫേർട്ടും എടുക്കണ്ട എന്നാണ്. അതെ, അല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ എന്നും നിത്യവും വിളിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ നല്ലത് മാത്രം പറയുന്നവരോ ഒന്നുമല്ല. ഇപ്പം എന്നും കൂടെ ഇരുന്നിട്ട് എന്നും ഫോൺ വിളിച്ചിട്ട് നമ്മൾ അയ്യോ നീ നല്ലതാണേ നീ വാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല നല്ല സുഹൃത്തുക്കൾ. നമ്മളെന്നും വിളിക്കണ്ട, പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുറച്ച് പേര് മതി നമ്മുടെ കൂടെ. അവരുണ്ടെങ്കിൽ അതൊരു നമുക്ക് ഒരു വലിയൊരു ആശ്വാസവും. അതാണ് നമ്മുടെ നല്ല സുഹൃത്തുക്കൾ. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് നമുക്ക് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സമയം തരുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പം അത് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതും ആണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ നമ്മൾ അയ്യോ നീ ചെയ്യുന്നെല്ലാം വാവും അങ്ങനെ പറയുന്നവരല്ല സുഹൃത്തുക്കൾ. പിന്നെ എന്നും വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ പുറകെ കൂടെ ചെന്ന് പാരവയ്ക്കുന്നവരും ഉണ്ട്. അതെ, അതെനിക്ക് ഇപ്പം നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന 2 ലേഡീസ്. അവർ എനിക്ക് മറുവശത്തൂടെ നിന്ന് നന്നായിട്ട് പാരവെച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കറിയില്ല അവർ ചെയ്യുന്ന ഓരോ ക്രൂരതകളും ഞാൻ അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. അവരത് മനസ്സിലാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണെന്ന്. തീർച്ചയായിട്ടും പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തിന് കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ താഴെ ബാഡ് കമന്റ്സ് വരെ ഇട്ടത് ആരൊക്കെയാന്നുള്ളതും എന്തൊക്കെയാന്നുള്ളതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അത് ഇഗ്നോർ ചെയ്യുന്ന എന്നാന്നറിയോ, നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരാണ്. നമ്മൾ വളരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കമന്റ്സും നമ്മുടെ പുറകെ ഇങ്ങനെ ഒരു പറ്റ ആൾക്കാരുള്ളതും. എൻ്റെ വളർച്ച ഞാനിപ്പോ അറിയുന്നു. അതാണ്. ഓക്കെ ചേച്ചി, കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ 2 ആൾക്കാർക്ക് കർമ്മ കിട്ടട്ടെ. അല്ല, ഞാനത് എന്താ പറയുന്നത്, ഞാൻ അവരോട് ചെന്ന് ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് കറക്റ്റ് പോയിന്റ് കാര്യങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള എൻ്റെ തെളിവുകൾ വെച്ച് ഞാൻ അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അവരത് ഇഗ്നോർ ചെയ്യും. അവിടെ ബഹളമാവും, ഒച്ചപ്പാടാവും. പിന്നെ നമ്മളും ചിലപ്പോൾ അറിയാണ്ട് പ്രതികരിച്ചു പോവും. നമ്മളെന്തിനാ അങ്ങനെ നിൽക്കുന്നത്? ഞാൻ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട്, കർമ്മയിലും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. കർമ്മ